അഞ്ജന, ഇപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിൽ സ്മാരകത്തിൻ്റെ നവീകരിച്ച സ്മാരകം, ആ സ്മാരകത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സ്മാരകത്തിൽ എനിക്കൊന്ന് ഗ്രന്ഥശാലയടക്കം ആ സ്മാരകത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അരുൺ, തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഇപ്പോൾ മ്യൂസിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നിരിക്കുന്നു. മ്യൂസിയം കൂടാതെ മറ്റൊരു കെട്ടിടത്തിലാണ് ഇവിടെ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഉദ്ഘാടനമാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പെരിയാർ മ്യൂസിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഇരു മുഖ്യമന്ത്രിമാരും ചേർന്നാണ് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം തൊട്ടടുത്തുള്ള ലൈബ്രറിയുടെയും ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങുകളാണ് അഞ്ജന നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ മ്യൂസിയത്തിന്റെ നവീകരിച്ച സ്മാരകത്തിലെ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ചേർന്ന് സംയുക്തമായി നിർവഹിക്കുന്നു. മഞ്ഞനാട മുറച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അക്കാലഘട്ടത്തിൽ പെരിയോർ നടത്തിയിരുന്ന വലിയ ആവേശകരമായ പ്രസംഗങ്ങളുണ്ട്. നമ്മുടെ സാമീപ്യം കൊണ്ട് അശുദ്ധരാകുന്ന ദൈവങ്ങളെ നമുക്കാവശ്യമില്ല എന്ന് പ്രസംഗിച്ച തന്തോർ പെരിയോറുടെ വാക്കുകൾ ഇപ്പോൾ ഒരുപക്ഷേ ഈ മ്യൂസിയത്തിലൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അന്നതിനുള്ള സംവിധാനങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ വലിയ ആവേശകരമായി തീരുന്നതാണ്. പെരിയോറിൻ്റെ വാക്കുകൾ വൈക്കം രാജാവിൻ്റെ കാതുകൾ തുറപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കെ പി കേശവമേനോൻ പൂജപ്പുരയിൽ നിന്ന് എഴുതിയ കത്തിനെ തുടർന്നാണ് വൈക്കത്ത് തന്തൈ പെരിയോർ എത്തുന്നത്. തന്തൈ പെരിയാർ മ്യൂസിയം വൈക്കം പ്രേക്ഷകർക്ക് കാണാം. തമിഴിലും മലയാളത്തിലും എഴുതിയിരിക്കുന്ന മ്യൂസിയത്തിൻ്റെ ഫലകത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മ്യൂസിയത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനുശേഷം പൊതുസമ്മേളനമാണ് ബീച്ചിൽ നടക്കുക. വൈക്കം സത്യാഗ്രഹം ആവേശോജ്വലമായ ഒരു ഏടാണ് എന്നത് പ്രേക്ഷകർക്കെല്ലാം അറിയാം. അന്ന് പെരിയോർ എത്തുന്നു എന്നതറിഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു നേതൃത്വം ആ സമയത്ത് പെരിയോറിനെ കാണാൻ വേണ്ടി കാത്തുനിന്നതിനെക്കുറിച്ച് കെ പി കേശവമേനോൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കെ പി കേശവമേനോൻ എഴുതിയ കത്തിനെ തുടർന്നാണ് പെരിയോർ വൈക്കത്തെത്തുന്നതും അതിനുശേഷം സമരത്തിൽ പങ്കാളികളാകുന്നതും അറസ്റ്റ് വരിക്കുന്നതും പിന്നീട് ഭാര്യ നാഗമ്മാൾ വൈക്കത്തും തിരുവിതാംകൂറിലും എത്തി പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതും. തന്തൈ പെരിയോർ മ്യൂസിയത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഞ്ജന അനിൽകുമാർ, ഇനി എന്താണ് നടക്കുന്നത് അടുത്ത ചടങ്ങ്? അടുത്ത ഈ മ്യൂസിയത്തോട് ചേർന്നുള്ള ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനത്തിലേക്കായിരിക്കും നമ്മൾ കടക്കുക. അതിനുശേഷമാണ് വൈക്കം ബീച്ച് മൈതാനത്തിൽ സമാപന സമ്മേളനത്തിനുള്ള ആരംഭങ്ങൾ കുറിക്കുക. നൂറുകണക്കിന് ആളുകളാണ് തമിഴ്നാട്ടിൽ നിന്നും ഈ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായിരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഗ്രന്ഥശാലയിൽ കൂടി ഉദ്ഘാടനം കഴിഞ്ഞാൽ നേരെ ബീച്ചിലേക്കായിരിക്കും ഇരു മുഖ്യമന്ത്രിമാരും പോവുക. ഒരുപാട് വായിച്ചെടുക്കേണ്ട ചരിത്രമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെത്. അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്തൈ പെരിയോർ മ്യൂസിയത്തിൽ ഗ്രന്ഥശാല അടക്കമുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അതിന് ഉദ്ഘാടനമാണ് ഇനി നിർവഹിക്കുക. മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ചേർന്നാണ് ഉദ്ഘാടന കർമ്മങ്ങൾ ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. പെരിയോറിനെ ഇവിടെ നിന്നും സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ വൈക്കം രാജാവ് അറസ്റ്റ് ചെയ്ത് പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കയ്യിലും കാലിലും ചരങ്ങിട്ടാണ് ഈ സാമൂഹിക പരിഷ്കർത്താവിനെ അന്ന് രാജാവ് ജയിലിലടയ്ക്കുന്നത് എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. അന്ന് വൈക്കം സത്യാഗ്രഹത്തിന് വരുന്ന ഈ സാമൂഹിക നവോത്ഥാന നായകന്മാരെ അന്നത്തെ സമൂഹം ആ രീതിയിലാണ് കണ്ടിരുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പെരിയോർ അങ്ങനെ തമിഴ്നാടിൻ്റെ മാത്രമല്ല വൈക്കം വീരൻ കൂടിയായി മാറിയ ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെ ഓർമ്മകളാണ് 100 വർഷം കഴിയുമ്പോൾ അലയടിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വർഷത്തിൻ്റെ ചടങ്ങുകളുടെ ആഘോഷങ്ങളുടെ സമാപനവും ഇന്നിപ്പോൾ ബീച്ചിൽ നടക്കും അല്പസമയത്തിനുള്ളിൽ. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചേർന്ന് നവീകരിച്ച സ്മാരകത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പെരിയോറിൻ്റെ പെരിയോറിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരടക്കമുണ്ട്. വി എൻ വാസവനുണ്ട്, സജി ചെറിയൻ മിനിസ്റ്ററുണ്ട്. പ്രേക്ഷകർക്ക് കാണാം തത്സമയ ദൃശ്യങ്ങളിൽ. അഞ്ജന, ഇപ്പോൾ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണോ ഈ രണ്ടും മുഖ്യമന്ത്രിമാരും പോയിരിക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ ഉദ്ഘാടനം കൂടി കഴിഞ്ഞാൽ ഇരു മുഖ്യമന്ത്രിമാരും വൈക്കം ബീച്ച് മൈതാനത്തേക്ക് പുറപ്പെടും. അവിടെയാണ് സമാപന സമ്മേളന വേദിയാകുന്നത്. നൂറുകണക്കിന് ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വേദിയുടെ ഭാഗമാകാനായി കാത്തു നിൽക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ
സൂചിപ്പിച്ചതുപോലെ വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നീ അടക്കം ഉള്ള പേരുകളാൽ ഏറെ പ്രശസ്തനാണ് പെരിയാർ ഇ.വി. രാമസ്വാമി എന്ന തന്തൈ പെരിയാർ. നേരത്തെ സൂചിപ്പിച്ചിരുന്നു വൈക്കം വെച്ചാണ് അദ്ദേഹത്തെ ചെറിയ ശബ്ദ തടസ്സമുണ്ട് അഞ്ജന, എങ്കിലും തുടരുക. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വർഷത്തിന്റെ സമാപന ചടങ്ങ് കൂടിയാണ് ഇനി നടക്കാൻ പോകുന്നത്. വലിയ രീതിയിൽ തന്തൈ പെരിയോർ സ്മാരകം നിർമ്മിക്കാൻ 1985 തന്നെ തമിഴ്നാട് സർക്കാർ മുന്നിട്ടിറങ്ങുകയും 84 സെന്റ് അന്ന് വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് ഒരു പുസ്തകം കൈമാറുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുക.